ഹൃദയാഘാതം വന്നാൽ സൈക്കിളിന്റെ വാൽട്യൂബ് ഇടാൻ പറ്റില്ല അരുൺകുമാറെ, അദ്ദേഹത്തെ സ്റ്റണ്ട് തന്നെ വേണം. മുഖ്യമന്ത്രി കേരളത്തിൽ നിയമസഭയിൽ പറഞ്ഞു, ഒരു പയ്യൻ തൃശ്ശൂരിൽ വന്ന് പാലക്കാട്ടേക്ക് യാത്ര ചെയ്തപ്പോൾ ജപ്പാനേക്കാൾ, ആരെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല അല്ലേ, ജപ്പാനേക്കാൾ മനോഹരമായിരിക്കുന്നു കേരളത്തിലെ റോഡുകൾ എന്ന് അദ്ദേഹം പറഞ്ഞുവെന്ന്. നുണ എന്നൊക്കെ പറഞ്ഞാൽ അധികമായി പോയാൽ കുറവായി പോകും. അമേരിക്കയിലെ ഏറ്റവും വലിയ പത്ര വാഷിംഗ്ടൺ പോസ്റ്റ് എന്താണെന്ന് എഴുതിയേ, എ കമ്മ്യൂണിസ്റ്റ് സക്സസ് ലാൻഡ്, എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീട് കൊടുക്കുന്ന ലോകത്തിലെ ഏക പ്രദേശമായി കേരളം മാറുന്നതിനെ കുറിച്ച്. അരുൺകുമാർ ഉപയോഗിക്കുന്ന മൊബൈൽ കണക്ഷൻ ഏതാ? കെ ഫോൺ ആണോ? ആയിരിക്കാൻ സാധ്യതയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ ഒരു CPM നേതാവും കെ ഫോണിന്റെ കണക്ഷൻ ഉപയോഗിക്കുന്നില്ല. 400 രൂപയുടെ ക്ഷേമ പെൻഷൻ കൂട്ടുമ്പോ 4 കോടി രൂപയുടെ പരസ്യം വെച്ചില്ലേ ഇവര്? ഇന്ന് ആരെയാണോ കളിയേണ്ടത്? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം PR കമ്പനിയും കേരളത്തിലെ മറ്റു പക്ഷങ്ങളും തമ്മിലുള്ള തെരഞ്ഞെടുപ്പല്ലായിരുന്നു. PR കമ്പനി നിശ്ചയിക്കുന്നിടത്തേക്ക് കേരളത്തിലെ LDFും അതുപോലെ തന്നെ സർക്കാരും പോകുന്നൊരു രീതി തന്നെ നമ്മൾ കണ്ടു. എന്തിനാണ് ഇത്രയധികം ഹോർഡിങ്സ് കേട്ടിയത്? ഇവരുടെ 10 വർഷത്തെ ഭരണം അതിഗംഭീരവും അതിമനോഹരവും ജനക്ഷേമവുമായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ആരാ മോനെന്നും പറഞ്ഞിട്ട് കേരളത്തിൽ മൊത്തം ഇത്ര അധികം കോടിക്കണക്കിന് ഉറുപ്പിയുടെ ചെലവഴിച്ച് ഈ ബോർഡ് കയറ്റേണ്ട ഉത്തരവാദിത്തം അവർക്കുള്ളത്? ആ കൃത്യമായിട്ടുള്ള ഭരണം ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ വേറെ ആർക്കും മത്സരിക്കാൻ പോലും ചാൻസ് ഉണ്ടാവില്ല ആര്യ. കാരണം ജനങ്ങൾ അവരെ അംഗീകരിക്കും. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ മറ്റാരുണ്ട് LDF എന്ന് പറഞ്ഞ വലിയ വലിയ ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയും. ആ ബോർഡിൽ ഒരൊറ്റ മുഖം മാത്രമേ ഉള്ളൂ, പിണറായി വിജയൻ എന്നുള്ള നേതാവിന്റെ, മുഖ്യമന്ത്രിയുടെ മുഖം മാത്രമേ ഉള്ളൂ. അപ്പം അരുൺ നേരത്തെ സൂചിപ്പിച്ചു, ഓരോ മണ്ഡലത്തിലും അതത് MLA-മാരുടെ നേട്ടം. അങ്ങനെയാണെങ്കിൽ അവരുടെ ടീമിന്റെ ഫോട്ടോ വേണ്ടിയിരുന്നില്ലേ? ഒരൊറ്റ ആളിലേക്ക് എന്തുകൊണ്ടാണ് ചുരുങ്ങിയത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ആ ഭരണ നേട്ടങ്ങൾ ഇവിടുത്തെ PRD വകുപ്പിനെ പ്രചരിപ്പിക്കാൻ എല്ലാ അവകാശമുണ്ടല്ലോ. അതിനുവേണ്ടി ഫണ്ട് മാറ്റിവെച്ച് അത് ഇന്നും നിലം തുടങ്ങിയതല്ല. സംസ്ഥാന ഗവൺമെന്റുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി തന്നെ PRD നടത്തിയ പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. PR ഫണ്ട് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടല്ല എന്ന് എനിക്കറിയാം. ടീമിനെ നയിച്ചത് മുഖ്യമന്ത്രിയാണ് എന്ന് എനിക്കറിയാം. അതൊന്നും അല്ല പ്രശ്നം. അരുൺ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, MLA-മാരുടെ മന്ത്രിമാരുടെ വ്യക്തിപ്രഭാവത്തെ ക്യാഷ് ഇൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മിനിമം അവരുടെ മണ്ഡലത്തിലെങ്കിലും നിങ്ങൾക്ക് പിണറായി വിജയന്റെ ഒപ്പം ആ അതത് MLA-മാരുടെ ഫോട്ടോ വെച്ചൂടെ? അത് ആര്യ ഇടയ്ക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ ഓരോ മണ്ഡലത്തിലെയും തെരഞ്ഞെടുപ്പ് പ്രചരണം കണ്ടാൽ മനസ്സിലാകും. എല്ലാ MLA-മാരുടെയും പടം വച്ചിട്ടുണ്ട്, അതാത് മണ്ഡലങ്ങളിൽ മന്ത്രിമാരുടെ വച്ചിട്ടുണ്ട്. ഏതു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ പടം വച്ചിട്ടുണ്ട്. ഇതൊന്നും ജനങ്ങൾക്കൊരു പരാതിയും ഇതിലില്ല. PRD നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളുടെ പ്രചരണം PRD നടത്തിയിട്ടുണ്ട്. പാർട്ടി എന്ന രൂപത്തിൽ നടത്തേണ്ടത് പാർട്ടി നടത്തിയിട്ടുണ്ട്. മുന്നണി എന്ന രൂപത്തിൽ നടത്തേണ്ടത് എല്ലാ മുന്നണിയും മാറി മാറി നടത്തിയിട്ടുണ്ട്. ആര്യ പുറത്തിറങ്ങാത്തത് കൊണ്ടാണ് ഇതൊന്നും കാണാത്തതെന്ന്. ആര് പുറത്തിറങ്ങാത്തത് കൊണ്ടാണ് കാണാത്തതെന്ന് അദ്ദേഹം പറഞ്ഞാൽ, ഞാൻ ഇന്നലെ എറണാകുളം പോയിരുന്നു. അരുൺകുമാറെ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്ത് വരെ പോയിട്ട് അരുൺകുമാറൊക്കെ ചായ കുടിക്കാറുള്ള ഹൈക്കോടതിയുടെ തൊട്ട് സൈഡിലുള്ള ചായക്കടയിൽ നിന്ന് ഞാനും ചായ കുടിച്ച ഒരു കാര്യത്തിന് വേണ്ടി ചായ കുടിച്ചിട്ട് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ വരെ ഉള്ള ചർച്ച എന്താണെന്ന് അറിയാമോ? ഒറ്റ സ്ഥലത്തുള്ളിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കി ആരും ഇല്ല കേട്ടോ. ഇനി അത് ആര് പുറത്തിറങ്ങാത്തത് കൊണ്ടല്ല, അരുൺകുമാർ ഒരു പക്ഷെ പുറത്തിറങ്ങിയത് കാണാത്തത് കൊണ്ടായിരിക്കാം. ഫ്രോഡ് വേല എന്നോട് കാണിക്കരുത്. സർക്കാരിന്റെ വികസനം എന്ന പേര് പറഞ്ഞുകൊണ്ട് PRD ഡിപ്പാർട്ട്മെന്റ് ഈ പൊതുസമൂഹത്തിന് മുമ്പ് ഹോർഡിങ്സ് വെച്ചു. എങ്ങനെ? നാളുകൾക്ക് മുൻപ്. ആ നാളുകൾക്ക് മുൻപ് ഈ ഹോർഡിങ്സ് സർക്കാരിന്റെ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയ സമയത്ത് ഇമ്മീഡിയറ്റ്ലി ആ സർക്കാരിന്റെ ഹോർഡിങ്സ് സ്ഥലത്ത് മുഴുവൻ CPM-ന്റെ ആയി മാറി, ആ LDF-ന്റെ ആയി മാറി. ആ മാറിയതിന്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്, അതിനകത്തൊരു സാമ്പത്തിക ഘടനയുണ്ട്. അതെന്താണെന്ന് അറിയാമോ അരുൺകുമാർ? സർക്കാരിന്റെ ലേബലിൽ സർക്കാരിന്റെ പേരും പറഞ്ഞ് ആദ്യം വെച്ച ബോർഡുകൾ മുഴുവൻ LDF-ന്റെ ആയ സമയത്ത് സർക്കാർ അന്ന് കോൺട്രാക്ട് നിശ്ചയിച്ച സമയത്ത് ഈ പൈസയും കൂടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ പരസ്യത്തിന്റെ പൈസയും കൂടി എന്റെയും അരുണിന്റെയും ആര്യയുടെയും ജിൻഡോന്റെയും അടക്കമുള്ള നികുതി പണത്തിന് എടുത്ത് കൊടുത്തു. മേലാങ്ങാതെ ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെ രാഷ്ട്രീയം. ആ കണക്കിലും പുസ്തകത്തിലൊക്കെ നിങ്ങൾ അതിന്റെ നിയമം എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ടായില്ല, യാഥാർത്ഥ്യം അതാണ്. ആ കാശും കൂടി നിങ്ങൾ എടുത്തു വെച്ചിട്ട് നിങ്ങളുടെ LDF-ന്റെ പ്രചരണത്തിന്റെ കാശും കൂടി ഞങ്ങളുടെ ജനങ്ങളുടെ നികുതി പണത്തിന് എടുത്തു കൊടുത്തു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഓരോ 50 മീറ്ററിനും 100 മീറ്ററിനിടയിൽ പിണറായി വിജയന്റെ ഒറ്റ ചിത്രം വെച്ചിട്ടുള്ള ആയിരക്കണക്കിന് ഫ്ലെക്സുകൾ വെച്ചില്ലേ? ഇവര് പിണറായി വിജയനെ ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാജയം. ഈ സർക്കാരിലെ ഏറ്റവും മോശപ്പെട്ട വകുപ്പ് ഏതാ, മന്ത്രി ഏതാന്ന് ചോദിച്ചാൽ അതിൽ ആദ്യത്തെ വോട്ട് കിട്ടുന്ന ആള് പിണറായി വിജയനാ. ഇതിന് കൂട്ടിക്കൊന്നും ഞാൻ കരുതിയില്ല. എത്ര മന്ത്രിമാരെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാൻ പറ്റുന്ന മന്ത്രിമാരുണ്ട്?
ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു ഗുണം, നമ്മൾ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമ്പോൾ പോലും നാട്ടുകാരറിയുന്ന മന്ത്രിമാരുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഒരു പോരായ്മയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ പല മന്ത്രിമാരെയും നാട്ടുകാർക്കറിയില്ല, അല്ലേ? ചിഞ്ചു റാണി എന്ന മന്ത്രിയെ കേരളം വലിയ രീതിയിൽ ശ്രദ്ധിക്കുന്നത് ഒരു കുട്ടി ഷോക്കേറ്റ് സ്കൂളിൽ മരിച്ചപ്പോൾ തൊട്ടടുത്ത സമയത്ത് മറ്റേ സൂംബ ഡാൻസ് കളിക്കുകയും അങ്ങനെ ഉള്ള അഭിപ്രായം, അതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയുന്നതിന്റെ വിവാദത്തിലാണ്. രണ്ട് ശ്രീ ജിൻഡോ ജോൺ പറഞ്ഞ ഒരു മന്ത്രി, ഞാൻ ചിഞ്ചു റാണി മാഡം, ചിഞ്ചു റാണി മന്ത്രിയായതിനു ശേഷം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ത് കാര്യത്തിന് ആര്യ 3 കാര്യത്തിന് അവർ പ്രത്യക്ഷപ്പെടാറുള്ളൂ. എന്താണെന്നറിയോ? ചുവപ്പ് കളർ കവറിന്റെ പാലിന്റെ വില ₹1.25 കൂട്ടി, നീല കളർ കവറിന്റെ പാലിന്റെ വില ₹1.10 കൂട്ടി, ഓറഞ്ച് കളർ കവറിന്റെ പാലിന്റെ വില 76 പൈസ കൂട്ടി എന്ന് പറഞ്ഞാൽ പാലിന്റെ കവറിന്റെ വില അനുസരിച്ച് കളറിനനുസരിച്ച് വില കൂട്ടി എന്ന് ജനങ്ങളെ അറിയിക്കാനല്ലാതെ ക്ഷീര വ്യവസായ മേഖലയിൽ, ക്ഷീര കാർഷിക മേഖലയിൽ എത്ര കർഷകന് പ്രയാസങ്ങൾ കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ കന്നുകുട്ടി പരിപാലനം അടക്കമുള്ള സുനന്ദിനി അടക്കമുള്ള നന്ദിനി അടക്കമുള്ള പദ്ധതികളുടെ ക്ഷീര കർഷകരെ സംരക്ഷിച്ചിരുന്ന സർക്കാർ ഉണ്ടായിരുന്ന ഈ കേരളത്തിൽ നിന്ന് 10 വർഷം കൊണ്ട് അത് പരിപൂർണമായി മാറ്റി അത് ക്ഷീര കർഷകന് കിട്ടാത്ത രീതി ഉണ്ടാക്കിയതെ കുറിച്ച് അരുൺകുമാറിന് അറിയാമോ? 30,000 മുതൽ 40,000 രൂപ വരെ ക്ഷീര കർഷകന് കിട്ടിയിരുന്ന സബ്സിഡിയിൽ നിന്ന് 14,000 താഴെയാക്കുകയും അത് കൊടുക്കാതിരിക്കുകയും. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ബ്രിട്ടനിലെ ഏറ്റവും വലിയൊരു പത്രമല്ലേ ടൈംസ് പത്രം. ടൈംസ് പത്രം എഴുതിയ ഒരു വാചകമുണ്ട്. ഏതാ? അതിദരിദ്ര സർവേ നടത്തി നമ്മൾ അതിദാരിദ്ര്യത്തെ അതിജീവിച്ചപ്പോ കാലത്തിന്റെ ചവിറ്റുകൊട്ടിയിലേക്ക് അതിദാരിദ്ര്യത്തെ തള്ളിവിട്ടൊരു പ്രദേശം ലോകത്തുണ്ട്, അതിന്റെ പേര് കേരളമാണ് എന്ന് ടൈംസ് പത്രം എഴുതി. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അമേരിക്കയിലെ ഏറ്റവും വലിയ പത്ര വാഷിംഗ്ടൺ പോസ്റ്റ് എന്താണെന്ന് എഴുതിയേ? എ കമ്മ്യൂണിസ്റ്റ് സക്സസ് ലാൻഡ്, എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീട് കൊടുക്കുന്ന ലോകത്തിലെ ഏക പ്രദേശമായി കേരളം മാറുന്നതിനെ കുറിച്ച് എഴുതുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ കേരളത്തിനെ നയിക്കാൻ മുഖ്യമന്ത്രി എന്ന വിഷയത്തിൽ കഴിഞ്ഞ 10 കൊല്ലം നടത്തിയ ഭരണ നേട്ടങ്ങളുടെ തുടർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം. ആ ഭൂരിഭാഗം ഒറ്റ ശബ്ദത്തിൽ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭരിക്കാനുള്ള നല്ല ഭൂരിപക്ഷം കിട്ടും എന്ന് തന്നെ വീണ്ടും ആത്മവിശ്വാസത്തോടെ ഞങ്ങൾക്ക് ആവർത്തിക്കാൻ കഴിയും. 400 രൂപയുടെ ക്ഷേമ പെൻഷൻ കൂട്ടുമ്പോൾ 4 കോടി രൂപയുടെ പരസ്യം വെച്ചില്ലേ ഇവര്? ആ കാര്യത്തിൽ സാധാരണക്കാരുടെ ജീവിതത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? 1,00,000 മെട്രിക് ടൺ പച്ചക്കറി കേരളത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്നു എന്ന യാഥാർത്ഥ്യം ഈ ചർച്ച ചെയ്തിരിക്കുന്ന എനിക്കും ആര്യയ്ക്കും അരുൺകുമാറിനും ജിൻഡോനും എല്ലാവർക്കും അറിയേ. ഇവർ എന്താണ് പരസ്യത്തിൽ എഴുതിയത്? 100% സ്വയം പര്യാപ്തത പച്ചക്കറി വിപണിയിൽ അല്ലെങ്കിൽ മറ്റേ കൃഷിയിൽ ഉണ്ടാക്കിയ പിണറായി സർക്കാരിന് അഭിവാദ്യങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ തട്ടിപ്പായിരുന്നല്ലേ, നുണയായിരുന്നല്ലേ? പറഞ്ഞില്ലേ സാർ? നിങ്ങളുടെ മുഖ്യമന്ത്രി കേരളത്തിൽ നിയമസഭയിൽ പറഞ്ഞു, ഒരു പയ്യൻ തൃശ്ശൂരിൽ വന്ന് പാലക്കാട്ടേക്ക് യാത്ര ചെയ്തപ്പോൾ ജപ്പാനേക്കാൾ, ആരെ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല അല്ലേ, ജപ്പാനേക്കാൾ മനോഹരമായിരിക്കുന്നു കേരളത്തിലെ റോഡുകൾ എന്ന് അദ്ദേഹം പറഞ്ഞുവെന്ന്. നുണ എന്നൊക്കെ പറഞ്ഞാൽ അധികമായി പോയാൽ കുറവായി പോകും. അതിന്റെ മാക്സിമം എന്താണ് പറയാൻ? ജപ്പാനേക്കാൾ നല്ലതാണോ? തണ്ടലൊടിഞ്ഞ് മുതുകൊടിഞ്ഞ് നടുവൊടിഞ്ഞ് വണ്ടിയുടെ ആക്സിലും സ്റ്റീറിംഗും ഒടിഞ്ഞ് കിടക്കുന്ന ഈ കേരളത്തിലെ റോഡുകൾ ഈ ഇലക്ഷന്റെ 6 മാസം മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ 6 മാസം മുൻപ് മാത്രമല്ലേ ആര്യ ശരിയാക്കിയത്? പാട്ടി കടിച്ചാൽ ഈ സമൂഹത്തിനകത്ത് മരുന്നില്ലാത്ത കാര്യമുണ്ട്. നിങ്ങൾക്ക് സ്റ്റണ്ട് ഇല്ലാത്ത മെഡിക്കൽ കോളേജുകളുണ്ട്. ഹൃദയാഘാതം വന്നാൽ സൈക്കിളിന്റെ വാൽ ട്യൂബ് ഇടാൻ പറ്റില്ല അരുൺകുമാറെ, അദ്ദേഹത്തെ സ്റ്റണ്ട് തന്നെ വേണം. എന്റെ മരുന്നുകളില്ലാത്ത കേരളം ഉണ്ടായത്, എന്റെ മരുന്ന് കൃത്യമായിട്ട് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്, ആരോഗ്യ മേഖലയിൽ 1-ാം നമ്പർ എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ ബഹുമാനപ്പെട്ട വീണ ജോർജിനോടും ബഹുമാനപ്പെട്ട വീണ ജോർജ് കൈകാര്യം ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റും നിങ്ങളൊന്നും തിരിഞ്ഞു നോക്കുന്നത്. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. അരുൺകുമാർ ഉപയോഗിക്കുന്ന മൊബൈൽ കണക്ഷൻ ഏതാ? കെ ഫോൺ ആണോ? ആയിരിക്കാൻ സാധ്യതയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ ഒരു CPM നേതാവും കെ ഫോണിന്റെ കണക്ഷൻ ഉപയോഗിക്കുന്നില്ല. കെ ഫോൺ എന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ പുട്ടിന് വീരൻ എന്ന് പോലെ തള്ളിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. 55,000 സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കി. വയനാട്ടിലെ ഒരു 5ാം ക്ലാസ്സുകാരി ക്ലാസ് റൂമിന്റെ അകത്ത് പാമ്പടി ഏറ്റു മരിച്ചത്. നിങ്ങൾ ഈ തള്ളു നിർത്ത്. നിങ്ങളുടെ പാർട്ടി ഇനിയെങ്കിലും അവശേഷിക്കണേ. ഈ തള്ളു നിർത്ത്. നിങ്ങൾ സാധാരണ മനുഷ്യർ എന്താണ് അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. സമരം ചെയ്യാനും മലമുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ കുറെ നാളുകളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളാണ്. വിദ്യാർത്ഥികളുമായി ഉന്നത വിദ്യാഭ്യാസ മേഖല, നിങ്ങളത് എന്താ ഈ കേരളത്തിന്റെ സാമൂഹിക യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ തവണ അഡ്മിഷന് വേണ്ടി അപേക്ഷിച്ച വിദേശ വിദ്യാർത്ഥികൾ 2620 ആണ്.
കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഈ തവണ അഡ്മിഷന് വേണ്ടി അപേക്ഷിച്ചത് 1579 വിദേശ വിദ്യാർത്ഥികളാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി നമ്മുടെ നാട് മാറി. അതുപോലെ PSC നിയമനം, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ PSC നിയമനം നടക്കുന്ന സംസ്ഥാനം ഈ കൊച്ചി കേരളമല്ലേ? ഈ കേരളത്തിലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്ത സംസ്ഥാനം ഈ കേരളമല്ലേ? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അടച്ചുറപ്പുള്ള വീട് കൊടുത്ത സംസ്ഥാനം കേരളമല്ലേ? ഒരു ദിവസം 87 പേർക്ക് സർക്കാർ നിയമനം കൊടുക്കുന്നു. ഒരു ദിവസം 133 പേർക്ക് വീട് കൊടുക്കുന്നു. ഒരു ദിവസം 120 പേർക്ക് പട്ടയം കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ് റോഡുകൾ എന്താ പറഞ്ഞത്? ആക്സിൽ ഒടിഞ്ഞ്, വടിയൊടിഞ്ഞ്, കൊടയൊടിഞ്ഞ്. നിങ്ങൾ ഏത് സംസ്ഥാനത്തെ കുറിച്ചായി പറയുന്നത്? കുറയ്ക്കാൻ പറ്റോ? ഇഷ്ടായി.